ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1-4 പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം ആകാശത്തിനുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർക്ക് കാണപ്പെട്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും 17 മുതലുള്ള തിരുവചനങ്ങൾ. ജോയൽ പ്രവാചകൻ ഇപ്രകാരം അരുൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നാളുകളിൽ സകല ജനപദങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എൻ്റെ പുത്രന്മാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവതി യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. എൻ്റെ ദാസന്മാർ പ്രവചിക്കുകയും അവരുടെ മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്ന ഉൽപ്പത്തി 1-ാം അധ്യായം 1 എല്ലാം ശൂന്യവും അന്ധകാരമായിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം ആത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം നമ്മളിൽ വേണം. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ മഴക്കാലം പെരുമഴ പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പകർച്ചവ്യാധികൾ, ഡെങ്കിപ്പനി തുടങ്ങി നിരവധി രോഗങ്ങൾ കാർന്നു തിന്നുന്നൊരു കാലഘട്ടമാണ്. ജ്ഞാനം 16:10 അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ സമയം പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂട്ടുകാര, ഓ ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, യു ആർ എ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ഓൺലി ഫ്രണ്ട്, help, guide, protector, comfort, advocate, healer, divine healer. പരിശുദ്ധാത്മാവില്ലാതെ, നിത്യസഹായകനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാത്തതെല്ലാം, പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ വീടുകളിലും ജ്ഞാനം 16:10 എഴുതി വെക്കുന്നു. 2 മക്കബയർ 8:18 എഴുതി വെക്കുന്നു. ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ ഭരിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ.
പരിശുദ്ധാത്മാവേ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരങ്ങളും 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 ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് ഈ സമയം റൂഹ റൂഹ എന്ന് നമുക്ക് അനേക തവണ ആവർത്തിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു നാമമാണ് റൂഹ. ഒരിക്കൽ കോളേജിലെ സിസ്റ്റർ വലിയൊരു കൺവെൻഷൻ നടത്തി റൂഹ റൂഹ എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നേരം വീഡിയോ എടുക്കാനായിട്ട് 5-6 സ്മാർട്ടായിട്ടുള്ള ഗേൾസിനെ കൊണ്ടുവന്ന് നിർത്തി. അവരോട് പറഞ്ഞു, സിസ്റ്ററുടെ കൂടെ റൂഹ റൂഹ എന്ന് നിങ്ങൾ ഉറക്കെ പറയാൻ പറഞ്ഞു. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് സിസ്റ്റർ നിൽക്കുകയാണ്. അതിലെ 2 കുട്ടികൾ സിസ്റ്ററുടെ കൂടെ റൂഹ 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 എന്ന് പറഞ്ഞു. 3 കുട്ടികൾ ചിരിക്കുകയാണ്. അൾത്താരയിൽ നിന്ന് സിസ്റ്ററിന് ഒരുപാട് സങ്കടം തോന്നി. എന്തുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് സിസ്റ്റർ പുറത്തിറങ്ങി അവരോട് ചോദിച്ചപ്പോൾ അവർ പറയാണ്, റൂഹ എന്ന വാക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യമായിട്ടാണ് റൂഹ എന്ന വാക്ക് കേൾക്കുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് ഫുട്ബോൾ മയം അതിൻ്റെ ഭ്രമമായിട്ട് ഇന്ന് എവിടെ നോക്കിയാലും അതിൻ്റെ പോസ്റ്ററുകളും അതുപോലെയുള്ള പടങ്ങളും എന്തൊക്കെയാണ് നമുക്ക് കാണാൻ. ഞങ്ങളുടെ കോൺവെൻറ്റുകളുടെയൊക്കെ പേരുകളെല്ലാം സിസ്റ്ററുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ ആൾക്കാർക്ക് ബോർഡ് കണ്ടില്ല എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ അവിടെ വലിയ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കാണ്. അവിടെയല്ല റോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ കോൺവെൻറ്റിൻ്റെ പേര്, ധ്യാന കേന്ദ്രത്തിൻ്റെ പേര് കാണാൻ പറ്റില്ല. അത്ര നീളവും വീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യയോ കേരളമോ കളിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട് മുഴുവനും ഫുട്ബോൾ മയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാണ്, ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല. പലപ്പോഴും ഞാൻ പറയും, ഒന്ന് സിസ്റ്ററിൻ്റെ ഇതുപോലെ പ്രേക്ഷിത വീഡിയോ എടുക്കാനായിട്ട് വരാൻ പറയുമ്പോൾ 100 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ കാണണം, ബാങ്കിൽ പോകണം, അത് ചെയ്യണം, മറ്റു പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഒരു സിസ്റ്ററിനോട് പറയുകയാണ്, ഒരുപാട് മീറ്റിങ്ങുകളുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഡെങ്കു ഫീവർ ബാധിച്ച ഒരു മകനാണ് സിസ്റ്ററിനെ സഹായിക്കാൻ വന്നത്. അവന് ഡെങ്കു ഫീവറാണ്. ആ മകൻ സിസ്റ്ററിനെ സഹായിക്കാൻ വന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്? എന്തിനാണ് ഞാൻ അതിപ്രാധാന്യം കൊടുക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് അതിപ്രാധാന്യം കൊടുക്കുന്നത്? എന്നാൽ മർക്കോസ് 16:15 പരിശുദ്ധ കുർബാനയിൽ നിത്യപുരോഹിതനായ ഈശോയിൽ നമ്മൾ ഇത് എന്നും ചൊല്ലുന്നുണ്ട്. ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കാൻ. സിസ്റ്റേഴ്സിൻ്റെ യാമപ്രാർത്ഥനകളിലൊക്കെ ഈ വാചകമുണ്ട്. ലോകം മുഴുവനും പോയി വചനം പ്രഘോഷിക്കാൻ. പക്ഷെ എത്രമാത്രം ഇത് ചെയ്യുന്നുണ്ട്? ഇത് സിസ്റ്ററുടെ പോലെയോ പ്രേക്ഷിതരുടെ പോലെയോ വൈദികരുടെ പോലെയോ ലോക അതിർത്തികൾ പോകാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അകലേക്ക് പോകുന്ന കുട്ടി UK-യിലൊക്കെ പോകുക എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യാം. അവർ മുറിയിൽ 4 പേരുണ്ട്. ഒന്ന് ഒരു പാകിസ്ഥാനാവാം, ഫിലിപ്പീൻസ് ആവാം, അതാവാം, ഒന്ന് ഇന്ത്യയിലെ മകനോ മകളോ ആവാം. പക്ഷെ നമുക്കവിടെ വചനം പ്രഘോഷിക്കാൻ പറ്റും. എങ്ങനെ? ഞാൻ എൻ്റെ റൂമിൽ 4 പേരുള്ള റൂമിൽ കട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു കട്ടിലിൻ്റെ ബെഡിൽ എൻ്റെ ബൈബിൾ വെക്കുന്നു. ഞാൻ എന്നും 6 മണി 7 മണി സമയമാകുമ്പോൾ എൻ്റെ ജമാൽ ചെല്ലുന്നു. എൻ്റെ മാതാവിൻ്റെ പടം കട്ടിൽമേൽ ഒട്ടിച്ചു വെക്കുന്നു. ഭയമാണിന്ന്. അത് ഒരു തരത്തിലുള്ള ദൈവരാജ്യ പ്രഘോഷണമാണ്. നന്മ നിറഞ്ഞ മറിയമേ, വചനമോ ഉരുവിട്ട്
ഒരു മകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന ഭർത്താവിന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭാര്യ, ആ കറി വയ്ക്കുമ്പോഴൊക്കെ എല്ലായിടത്തും നന്മ നിറഞ്ഞ മറിയുമയോ വചനം ഉരുവിട്ടുകൊണ്ട് ആ ഭവനം മുഴുവനും അവള് ഒരു ദേവാലയമാക്കി മാറ്റുമ്പോൾ അത് മർക്കോസ് 16:15. ഹല്ലേലൂയ. ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ ആയാലും നേഴ്സായാലും അവര് അവിടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി വചനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ വചനം പ്രഘോഷിക്കാൻ ടീമിനെ കൊണ്ടുവന്ന് വചന പ്രഘോഷണം ചെയ്യുന്നത് അവിടെ മർക്കോസ് 16:15. ഇതിന് ലോകാതിർത്തിയിൽ പോകണ്ട. 10 വർഷമായിട്ട് ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട, ജനറാളമയാൽ മാറ്റിവെക്കപ്പെട്ട ജീവിതമാണ് സിസ്റ്ററിൻ്റെ. 10 വർഷമായിട്ട് പരിശുദ്ധ അമ്മയും കൊണ്ട് വിമാനത്തിലും ട്രാൻസ്പോർട്ട് ബസ്സിലും ട്രെയിനിലും കാറിലും ഓട്ടോറിക്ഷയിലും നടന്നുമൊക്കെ പോകുന്ന സിസ്റ്ററാണ് ഞാൻ. 10 വർഷമായിട്ട് ഈ ബ്രൗൺ ഉടുപ്പ്, ഈ കളറ് മാത്രം ഇടുന്ന സിസ്റ്ററാണ്. 10 വർഷമായിട്ട് വാച്ച് കെട്ടാതെ നടക്കുന്നതാണ്. ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. യാഹ്വേയിലെ തക്ക സമയത്ത് ദൈവം എല്ലാം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരും, ദൈവം നടത്തും. ഈ മാസം പരിശുദ്ധ കർമ്മലാമ്മയുടെ തിരുനാൾ ഏറ്റവും അടുത്തൊരുങ്ങി വരികയാണ്. എല്ലാ കാർമൽ കോൺഗ്രിഗേഷൻസും, കാർമലൈറ്റ് സിസ്റ്റർ എല്ലാ കോൺഗ്രിഗേഷൻസും, ഞങ്ങൾ ഒരുപാട് 10-20 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. നോട്ട് CMC മാത്രമല്ല, CMC, CMI, CTC, CST, CSST, അതുപോലെ OCAM, OCD, പറയാൻ തുടങ്ങിയ ഒരുപാട് കോൺഗ്രിഗേഷൻസ് ഉണ്ട്. ഒത്തിരി പേരുണ്ട് കാർമലൈറ്റ്സ്. അവരെല്ലാവരും നോമ്പും പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് 7-ാം തീയതി മുതൽ കർമ്മല മാതാവിൻ്റെ മഹാതിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കോൺവെന്റുകളും ഒരുങ്ങാണ്. സിസ്റ്ററുടെ പേര് തന്നെ കാർമൽ എന്നാണ്. അതുകൊണ്ട് ഈ തിരുനാളിന് വളരെ പ്രത്യേകതയുണ്ട്. മാതാവ് തന്ന പേരാണ് കാർമൽ. നേരിട്ട് തന്ന പേര് സ്റ്റാർ മരിയ എന്നായിരുന്നു. പക്ഷെ കാർമൽ എന്ന് മാതാവ് തന്ന പേരാണ്. ഈ അമ്മയും കൊണ്ട് നടക്കുന്നതിൽ സിസ്റ്ററിന് യാതൊരു പരിഹാസ്യതയില്ല, ഒരു സ്റ്റാറ്റസ് കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ മാസം മുഴുവൻ ഉത്തരീയം നമ്മുടെ കഴുത്തിലുണ്ടായിരിക്കണം. വെന്തിങ്ങ നമ്മുടെ കഴുത്തിലുണ്ടായിരിക്കണം. ആ തട്ടുപിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കയ്യിൽ ജപമാലയും കഴുത്തിൽ വെന്തിങ്ങ ഉത്തരീയം ഉണ്ടായിരിക്കട്ടെ. അത് രക്ഷയുടെ അടയാളമാണ്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് അർദ്ധരാത്രി മാലാഖ സൈന്യങ്ങളോടുകൂടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കർമ്മല അമ്മ നേരിട്ട് കൊടുത്തതാണ് ഉത്തരീയം. അതുപോലെ ജപമാലയും കൊടുത്തിട്ടുണ്ട്, മെഡലും ഒരു സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് മാതാവ് തന്നത്. പ്രിയപ്പെട്ടവരെ, നന്നായി നമുക്ക് ഒരുങ്ങാം. അമ്മയുടെ തിരുനാൾ ആഘോഷത്തിന് നന്നായി, കർമ്മല അമ്മയുടെ തിരുനാൾ നമുക്ക് നന്നായി ഒരുങ്ങാം. ആ കാപ്പയിൽ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.